അർച്ചന, ഗുഡ് മോർണിംഗ്. സമാധാനത്തിന്റെ കുടയൊക്കെ ചൂടി നിൽക്കുന്നുണ്ട്. മഴ സമ്മതിക്കുന്നില്ല അല്ലേ? തീർച്ചയായും നിഷ, കഴിഞ്ഞ 2 ദിവസമായി കൊച്ചിയിൽ അതിശക്തമായ മഴയാണ്. ഇപ്പോഴും ആ മഴ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വലിയ രീതിയിലാണ് മഴയും ഒപ്പം കാറ്റും ഉണ്ടാകുന്നത്. തീരമേഖലയിലടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായി ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. എങ്കിൽ പോലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ മലയോര മേഖലകളിലേക്ക് പോകുന്നവർക്ക് അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്. പലയിടത്തും ഇത്തരത്തിൽ മണ്ണിടിച്ചിലടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കാൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ പല ഡാമുകളും തുറന്നതിനാൽ പെരിയാർ തീരത്തൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ ആളുകൾ ജാഗ്രത പാലിക്കണം. ഈ തീരങ്ങളിൽ താമസിക്കുന്നവരെല്ലാം തന്നെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. എന്തായാലും ഏറ്റവും എടുത്തു പറയേണ്ടത്, കൊച്ചിയിൽ സാധാരണഗതിയിൽ ഒരു മഴ പെയ്താൽ പോലും മുങ്ങുന്ന നഗരമാണ്. എന്നാൽ ഇത്തവണ ഇത്രയും മഴ പെയ്തിട്ടും കൊച്ചി നഗരത്തിൽ വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും ആശ്വാസം നൽകുന്നത്. അതിൽ കൃത്യമായ നഗരസഭയുടെ ഇടപെടൽ തന്നെയാണ് എടുത്തു പറയേണ്ടത്. മഴ മുന്നറിയിപ്പ്, മഴ മുന്നിൽ കണ്ട് തന്നെ എല്ലാ ക്രമീകരണങ്ങളും കൊച്ചി നഗരത്തിൽ പൂർത്തിയാക്കിയിരുന്നു. കാനകളും ഒപ്പം ഓടകളും എല്ലാം തന്നെ ശുചീകരിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടാകാത്തൊരു സാഹചര്യം നിലവിലുള്ളത്. എന്തായാലും ഇനിയും അതിശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് നഗരത്തിലുള്ളത്. മാത്രമല്ല, പലയിടത്തും അതിശക്തമായ മഴയിൽ വീടുകൾ തകർന്നിട്ടുണ്ട്. ഭാഗികമായി 100-ലധികം വീടുകളാണ് നിലവിൽ തകർന്നത്. 4ഓളം വീടുകൾ മുഴുവനായും തകർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നാശനഷ്ടങ്ങളുണ്ട്, മഴക്കെടുതികളുണ്ട്, മരം കടപുഴകി വീഴുന്നുണ്ട്, റോഡുകൾക്ക് ഗതാഗത തടസ്സമടക്കം നേരിടുന്നുണ്ട്. എന്തായാലും അതെല്ലാം തന്നെ കൃത്യമായി ക്രമീകരിക്കാനുള്ള സംവിധാനങ്ങൾ സജ്ജമാണ്. മാത്രമല്ല, ജില്ലയിൽ ക്യാമ്പുകളടക്കം തുറന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് കണ്ണമാലി പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ദുരിതം തന്നെയാണ്. വലിയ രീതിയിൽ അവിടെ ഈ കടലാക്രമണവുമായി ബന്ധപ്പെട്ട് വെള്ളം കയറുന്നുണ്ട്. വീടുകളിൽ താമസിക്കുന്നവരൊക്കെ തന്നെ ഇപ്പോൾ ബന്ധുവീടുകളിലേക്ക് മാറിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഉപ്പുവെള്ളം കയറി പല സാധനങ്ങളും നശിക്കുന്നതായിട്ടുള്ളൊരു ദുരിത കാഴ്ചയാണ് അവിടെ നിന്നും കാണാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോഴും അവിടെ ശക്തമായ കടലേറ്റം തന്നെയാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല, ഇന്നലെ അതിശക്തമായ കാറ്റാണ് ഈ കണ്ണമാലി മേഖലകളിൽ ഉണ്ടായിരുന്നത്. വലിയ നാശനഷ്ടമുണ്ടായി. പല വീടുകളുടെയും മേൽക്കൂരകൾക്കടക്കം തകരാർ സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മഴക്കെടുതികളുണ്ടെങ്കിൽ പോലും വലിയൊരു നാശനഷ്ടത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ആശ്വാസം. മാത്രമല്ല, നഗരത്തിൽ വെള്ളക്കെട്ടില്ലാത്തത് വലിയ ആശ്വാസം നൽകുന്നുണ്ട്.